ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാണത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ടയർ ചെറിയൊരു പഞ്ചർ പോലെ ഉണ്ട്. അതായത് അതിൻ്റെ റിമ്മിൻ്റെ ഉള്ളൊന്ന് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ടയർ ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തതാണ്. ഈ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ ഏറെക്കുറെ തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നും മാറ്റിയിടാം. വലിയ മഴ പിടിക്കുന്നേക്കാളും മുമ്പ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പുതിയ ലൈൻഡറാണ്. നമ്മളതിൻ്റെ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണത് കൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. CVT ക്ലച്ച് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ പുതിയതായിട്ടാണ് കാണണം കേട്ടോ. ബെൻഡെക്സ് ബോസ് ഡ്രൈവ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. റോളർ കാര്യങ്ങളൊക്കെ തേമാനം ഉണ്ട്, പക്ഷേ വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ല. ബെൻഡെക്സ് ചെക്ക് ചെയ്തപ്പോൾ ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം. കാരണം അത് ചില സമയങ്ങളിൽ സ്റ്റക്കായ പോലെ നിൽക്കുന്നുണ്ട്. ഇതേപോലെ തിരിച്ച് ഫ്രീ ആയിട്ട് കയറി വരണം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക കേസൊന്നുമില്ല. നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലച്ച് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഇത് വേറെ ലീക്കേജ് ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ ഇത് ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ ചെറിയ റിപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ കോളർ ബുഷൊന്നും മാറ്റിയിട്ടേക്കാം. ഇത് ശരിക്കും അത്യാവശ്യം കുറച്ച് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോക്കിൻ്റെ ബുഷൊന്നും കുഴപ്പമില്ല. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം നല്ല ലൈനറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. കോൺസെപ്റ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും. അത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ബാറ്ററി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് 2022 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.92. 8 വോൾട്ടിൽ താഴേക്ക് വന്ന കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഏറെക്കുറെ 8.9 വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ താഴേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയതാണ്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഏകദേശം മാറ്റേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നമുക്ക് ജനറൽ സർവീസ്, അതേപോലെ തന്നെ വാട്ടർ സർവീസ് വരുന്നുണ്ട്, ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്, പിന്നെ കോളർ ബുഷ് ഫ്രണ്ടിലത്തെ മാറ്റം. അത്ര കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നമുക്ക് ടയർ അഴിച്ച് കൊടുത്തതാണ്. അവിടെ ഇപ്പോൾ കസ്റ്റമർ പേ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അഴിച്ച് സെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഒരു മണിക്കുള്ളിലൊക്കെ എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടിരിക്കണേ. ഇതിൻ്റെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം.